ആൾക്കാർക്ക് കുടിവെള്ളം കൊടുക്കാതിരുന്ന ഇത് ശരിയാണോ? ഇങ്ങനെ ഒരാഴ്ച കഴിഞ്ഞേ പറ്റുള്ളൂ എന്ന് അറിയാമെങ്കിൽ നേരത്തെ നിങ്ങൾക്ക് അത് ചെയ്തുകൂടായിരുന്നോ? അതെന്തുകൊണ്ടാ ചെയ്യാത്തത്? ഇതൊക്കെ എന്ത് ലാഭത്തോട് പറയണ? ഇതൊക്കെ ഒരാഴ്ച കഴിഞ്ഞ് നടക്കുള്ളൂ. വെള്ളം കിട്ടിയിട്ട് പോണോളൂ. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ കിണറില്ല, നിങ്ങൾ വീണ്ടും വയലന്റ് ആക്കരുത്. 5 കണക്ക് കാണിക്കാൻ പോവേണ്. വെള്ളം കിട്ടിയിട്ട് എവിടുന്ന് പോകും? കഴിഞ്ഞ 13 ദിവസമായി കുടിവെള്ളം കിട്ടാത്തതിനെ തുടർന്ന് ജനപ്രതിനിധികൾ വാട്ടർ അതോറിറ്റി AXE ഉപരോധിച്ചു. പ്രതിഷേധം പ്രതിഷേധം നാഷണൽ കോൺഗ്രസ് പ്രതിഷേധം നാഷണൽ കോൺഗ്രസ് പ്രതിഷേധം ദിവസം 13 ആയിട്ട് ീവിലത്ത് വെള്ളമില്ലേ? ീവിലത്ത് വെള്ളമില്ലേ? മറുപടി പറയൂ AXE. 600 വീടുകൾ ഇത് മാത്രം ആശ്രയിച്ചു. 3 സെന്റിൽ 2 സെന്റ് ഉള്ളവരാണ്. അവർക്ക് പറ്റാത്തതാണ്. അല്ലെങ്കിൽ കിണർ കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷെ അവർക്ക് കുഴിക്കാനുള്ള സംവിധാനമില്ല. വയലിൽ താമസിക്കുന്നവരുണ്ട്. അപ്പം ഇവർ ഇതിനെ ആശ്രയിച്ചാണ് കഴിയുന്നത്. പണ്ടത്തെ കാലഘട്ടമല്ല. ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോയി ഒരു വെള്ളം കോരാനോ എടുക്കാനോ ഒന്നും ആരും കൊടുക്കാത്തയും കേറ്റാത്തയും സാഹചര്യങ്ങളുള്ള സമൂഹമാണ് ഇപ്പോൾ. കിഴുവിലം ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആറ്റിങ്ങൽ വലിയകുന്നിലെ വാട്ടർ അതോറിറ്റി AXE ഉപരോധിച്ചത്. ഗ്രാമപഞ്ചായത്തിലെ കിഴുവിലം, ഡീസന്റ് മുക്ക്, ശിവകൃഷ്ണപുരം, NES ബ്ലോക്ക്, അപ്പോളോ കോളനി തുടങ്ങിയ പ്രദേശങ്ങളിൽ പൈപ്പ് വെള്ളം മാത്രം ആശ്രയിച്ച് കഴിയുന്ന കുടുംബങ്ങൾക്ക് കഴിഞ്ഞ 13 ദിവസമായി ശുദ്ധജലം ലഭിച്ചിട്ട്. ഇതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ആറ്റിങ്ങൽ വാട്ടർ അതോറിറ്റി AXE ഉപരോധിച്ചത്. സാറൊന്ന് സന്ദർശിച്ചിട്ടുണ്ടോ? ഇവിടെ ആകെ വക്കത്തും കടയ്ക്ക ഒരു 5 തെങ്ങ് മാത്രം ഇവിടെ വെള്ളം കൊടുക്കും. ഞാൻ പറഞ്ഞത് സാർ ഇവിടെ വക്കത്തും 5 തെങ്ങും കടയ്ക്ക. ഞാൻ ചോദിച്ചു കിഴിവിലത്ത് എത്ര കൺസ്യൂമർ ഉണ്ടോ സാർ അറിയാം? 10,100 കണക്ഷൻ ഉണ്ട്. അതായത് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയെക്കാളും കൂടുതലുള്ള സ്ഥലമാണ് കിഴിവിലം. 10,100 കണക്ഷൻ നിലവിലുണ്ട്. ഒരാഴ്ചയോടെ വന്ന് എത്ര ദിവസമാവും അറിയാമോ? 19 ദിവസമാവും. നിങ്ങളുടെ സംവിധാനം ചെയ്തിട്ടേ പോകണം. ഫോണില്ല ഫോണില്ല ഇവിടെ ഇരിക്കാം. അല്ലെങ്കിൽ വിളിച്ച് അവിടെ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ദിവസമായി നിങ്ങൾ അവരെ വിളിച്ച് എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ചോദിച്ചാ? എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്യാൻ പറ്റുന്ന പമ്പയിലെ ഓപ്പറേറ്ററെ വിളിച്ച് ചോദിച്ചാ? നിങ്ങളൊന്നും ചോദിച്ചില്ല. ഒന്നും ചോദിച്ചിട്ടില്ല. നാട്ടുകാർക്ക് അറിഞ്ഞൂടാ നിങ്ങളൊക്കെ ഇതിന്റെ പിന്നിലെന്ന്. നിങ്ങളൊരു മാന്യതയുള്ള ഉദ്യോഗസ്ഥരായത് നിങ്ങൾ വിളിച്ചാൽ ഫോൺ എടുക്കും. നിങ്ങൾ സാമാന്യ മാന്യതയുള്ള ഉദ്യോഗസ്ഥരാണെങ്കിൽ നമ്പരൊക്കെ തന്നേക്കുന്നതിനാണ്. ആര് വിളിച്ചാൽ എടുക്കാനാണ്? നിങ്ങളെ വിളിച്ച് എനിക്ക് വിളിച്ച ചാർജ് ഇല്ല. നിങ്ങൾ ഫോൺ എടുക്കണം. നിങ്ങൾ എടുക്കണം. നിങ്ങളെടുത്ത് മറുപടി പറയണ്ടേ? നമ്മളൊക്കെ വിളിച്ചാൽ പ്രതിഷേധങ്ങൾക്കൊടുവിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ കുടിവെള്ളം ഉടൻ എത്തിക്കാൻ സൗകര്യമൊരുക്കുമെന്ന് രേഖാമൂലം എഴുതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഉപരോധ സമരം അവസാനിപ്പിച്ചത്. പഞ്ചായത്തിലെ ഉയർന്ന പ്രദേശങ്ങളായ 10-ാം വാർഡ്, 13-ാം വാർഡ്, 11-ാം വാർഡ്, 14-ാം വാർഡ്, 15-ാം വാർഡ് തുടങ്ങിയ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം വളരെ രൂക്ഷമായി തുടരുകയാണ്. കിണറുകൾ ഇല്ലാത്ത കുടുംബങ്ങൾ അനവധിയുള്ള ഈ വാർഡുകളിൽ ഏകദേശം 600ഓളം വരുന്ന ഗുണഭോക്താക്കൾ കുടിവെള്ള ക്ഷാമം നേരിടുന്ന കിണറുകളില്ലാത്തവരെ ഒക്കെ അവഗണിക്കുന്ന ഒരു നിലപാടാണ് നമ്മുടെ വാട്ടർ അതോറിറ്റി സ്വീകരിച്ചു വരുന്നത്. ഇത്രയും ദിവസമായിട്ടും ആ AE പോലും ഒന്ന് ഫോൺ വിളിച്ചെടുത്ത് അത് കാര്യം പോലും പറയുവാനായി അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ ഖേദകരം. ഇപ്പോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെയും ഒക്കെ കണ്ട് നമ്മൾ കാര്യങ്ങൾ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ലെറ്റർ എഴുതി നൽകുകയുണ്ടായി. അതിലൊരു എഗ്രിമെന്റ് പോലെ എഴുതി തന്നിരിക്കുകയാണ്. നമുക്ക് 28, 29, 30 എന്നീ തീയതികളിലായി നമ്മുടെ ഈ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ കൃത്യമായും വെള്ളം എത്തിക്കും എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം. അത് ഈ വാട്ടർ അതോറിറ്റി KSCBയെയും
പഴിചാരുന്നുണ്ട്. KSEBയുടെ ഭാഗത്തു നിന്നും അനാസ്ഥ ഉള്ളതായി കാണുന്നു. തീർച്ചയായും എങ്ങനെയായിരുന്നാലും ആരുടെ ഭാഗത്താണ് പ്രശ്നമെങ്കിലും പരിഹരിച്ച് വെള്ളം കിട്ടുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച്. കിഴുവിലം ഗ്രാമപഞ്ചായത്തിലെ നമ്മുടെ 5 മെമ്പർമാരിലൂടെ നമ്മൾ എത്തിയിട്ടുണ്ട്. അത് തീർച്ചയായും നമുക്കിതിനൊരു പരിഹാരം ഉണ്ടാവണം. ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രശ്നമായിരുന്നാലും അത് കാര്യമല്ല. പക്ഷേ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് വെള്ളമാണ്. അത് കിട്ടുന്നത് വരെ നമ്മൾ ഇനി ഈ പറഞ്ഞിരിക്കുന്ന ദിവസങ്ങളിൽ, ഈ അഗ്രിമെന്റ് പ്രകാരം പറഞ്ഞിരിക്കുന്ന ദിവസങ്ങളിൽ വെള്ളം കിട്ടിയില്ലെങ്കിൽ തീർച്ചയായും ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കിഴുവിലം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനന്തകൃഷ്ണൻ നായർ, കടയറ ജയചന്ദ്രൻ, ജയന്തി കൃഷ്ണ, സലീന റഫീഖ്, വത്സലകുമാരി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അരുൺ വലിയവിള, മുൻ മണ്ഡലം പ്രസിഡന്റ് ഷമീർ കിഴുവിലം, കോൺഗ്രസ് നേതാക്കളായ സലിം ഡീസന്റ് മുക്ക്, റഫീഖ്, റഹീം, രാജു, അല്ലമീൻ ശാന്തിനഗർ തുടങ്ങിയവർ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകി. തലസ്ഥാന വാർത്തകൾ, ആറ്റിങ്ങൽ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലങ്കോട് അറേബ്യനിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയ സമ്മാനങ്ങളും. പർച്ചേസ് ചെയ്യുമ്പോൾ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1ാം സമ്മാനമായി ഹോണ്ട ആക്ടിവ സ്കൂട്ടർ, 2ാം സമ്മാനം LED TV, 3ാം സമ്മാനം റെഫ്രിജറേറ്റർ. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അറേബ്യൻ ഫാഷൻ ജ്വല്ലറി, ആലങ്കോട്, ആറ്റിങ്ങൽ, പോത്തൻകോട്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്. മാമം പാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. ഫോൺ 9349636108 702552331. CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്, മാമം പാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ.